ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് റെഡ് സ്നാപ്പറുടെയും ഗ്രൂപ്പർ ഫിഷിൻ്റെയും തല നമുക്ക് കറി വയ്ക്കാം. അതിനു വേണ്ടി ഞാൻ അതിൻ്റെ തലയും 2 വാൽ കഷ്ണവും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റായിരിക്കും. അതിന് വേണ്ടത് ഒരു നെല്ലിക്കാര വലുപ്പത്തിൽ പുളി, തേങ്ങയും ജീരകവും അരച്ചെടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 10 ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കി എടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി. ഒരു തക്കാളി, പച്ചമുളക്, കരിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. എണ്ണ, കടുക് വറുക്കാൻ എണ്ണയും കടുകും ഉലുവയും കൂടെ വേണം. ആദ്യം നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിക്കോട്ടെ. നമുക്കൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുകും ഉലുവയും കൂടെ നമ്മൾ ഇടണം. കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ഇടണം. ഉലുവ നല്ല ബ്രൗൺ കളറിൽ പൊരിഞ്ഞു വരണം. ഇതിലേക്ക് നമ്മൾ ഉള്ളിയും കരിവേപ്പിലയും ഇടണം. ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് പച്ചമുളക്, തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. 1 സ്പൂൺ മുളക് പൊടി കൂടെ നമുക്ക് ചേർക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റാം. അത് കഴിഞ്ഞ് തേങ്ങയും ജീരകവും അരച്ച് വെച്ചിരിക്കണല്ലേ, അതുകൂടെ നമുക്ക് ചേർക്കാം. തേങ്ങ ഇല്ലാതെയും നമുക്ക് കറി വയ്ക്കാം കേട്ടോ. തേങ്ങയില്ലാതെ നമുക്ക് നല്ല രുചിയായിട്ട് നമുക്ക് കറി വയ്ക്കാൻ സാധിക്കും. അതിൽ കുറച്ചുകൂടി എരിവും പുളിയും കൂടെ ചേർക്കണം, അത്രയേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ പുളിവെള്ളവും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കണം. പുളിവെള്ളം നന്നായിട്ട് നവിടി പിഴിഞ്ഞ് ചേർക്കണം. എന്നിട്ട് അടച്ച് വെച്ച് ഈ പച്ച മണം പോകുന്നത് വരെ നമ്മൾ ഇതിനെ തിളപ്പിക്കണം. പച്ചമണം പോയി. ഇനി നമുക്ക് മീനിൻ്റെ തല നമുക്ക് കറിയിൽ നമുക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ 2 കഷ്ണം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർക്കാം. പതുക്കെ അതിനെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നമ്മൾ അതിനെ തിളപ്പിക്കണം. തല നന്നായിട്ട് വെന്ത് ഇനി നമുക്ക് കറിവേപ്പില കൂടെ ഇട്ട് നമ്മൾ 1 മിനിറ്റ് അടച്ച് വയ്ക്കാം. മീൻ കറി റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.